ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ്. ഈ മാസം 30-ാം തീയതിയോടുകൂടി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജോലിയുടെ റോളും റെസ്പോൺസിബിലിറ്റീസുമാണ്. നമുക്ക് ആ റോളും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യതകളെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം. BSc അഗ്രികൾച്ചർ ആണ് ഇതിൻ്റെ യോഗ്യത. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെയാണ് അവസാനം വന്ന നോട്ടിഫിക്കേഷൻ, സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ പറയുന്നത്. ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പേ സ്കെയിൽ 55,200 മുതൽ 1,15,300 വരെയുള്ള പേ സ്കെയിലുള്ള തസ്തികയാണ്. ഇനി നമ്മൾ നമ്മുടെ പ്രധാന കണ്ടന്റിലേക്ക് വരികയാണ്. എന്താണ് റോളും റെസ്പോൺസിബിലിറ്റിയും എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വില്ലേജുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെയുള്ള കൃഷി ഓഫീസുകളിലെ ഏറ്റവും ഉയർന്ന അധികാരിയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ എന്നൊക്കെ പറയുന്ന ഒരു തസ്തിക. നമ്മളെല്ലാവരും ഇവരെ പോയി കണ്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ അറ്റസ്റ്റേഷന് വേണ്ടി, നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ കൃഷി ഓഫീസർ എന്നുള്ളത്. എന്നാൽ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ തസ്തികയല്ല ഈ ഒരു കൃഷി ഓഫീസർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഒബ്വിയസ്ലി ആദ്യത്തെ തസ്തിക എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓഫീസർ ഇൻ കൃഷി ഭവൻസ് ആണ്. രണ്ടാമത് വരുന്നത് അഗ്രികൾച്ചർ ഓഫീസർ ഇൻ ഡിസ്ട്രിക്ട് ആൻഡ് മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബറട്ടറീസ് ആണ്. ഈ ടെസ്റ്റിംഗ് ലാബറട്ടറീസിലേക്കൊക്കെ നിങ്ങൾ നിയമിതരാകുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സീഡ് ടെസ്റ്റിംഗ് ലാബറട്ടറികളിലേക്ക് നിയമിതരാകുന്നു. ഇനിയും പെസ്റ്റിസൈഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ജീവികളെയൊക്കെ തുരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകളുടെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഓഫീസുകളിൽ നിങ്ങൾ നിയമിതരാകുന്നു. ഇനി അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഫാർമേഴ്സിന് കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സിന് ഉള്ള ടെസ്റ്റിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാബുകളിൽ നിങ്ങൾ നിയമിതരാകും. പിന്നീട് സീഡ് ഫാമുകളുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളുള്ള സീഡ് ഫാമുകളുടെ ഓഫീസർമാരായിട്ട് നിങ്ങൾ നിയമിതരാകും. ഇനി സ്പെഷ്യൽ സീഡ് ഫാമുകളുടെയും സ്പെഷ്യൽ റിസർച്ച് സെന്ററുകളുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായിട്ടും നിങ്ങൾ നിയമിതരാകും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ നിയമിതരാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള കൃഷി ഭവനുകളിൽ തന്നെയാണ്. ഏറ്റവും റെസ്പോൺസിബിലിറ്റി കൂടിയ, ജനങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും ഈ ഒരു കൃഷി ഭവൻ തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ കൃഷി ഭവനിലെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ ഇൻ കൃഷി ഭവൻ എന്ന് പറയുന്നവരുടെ റോളും റെസ്പോൺസിബിലിറ്റീസും കൂടി കൂടുതലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിലാദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷി ഭവനിലെ ഒരു കൃഷി ഓഫീസർക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് വരും എന്നുള്ളതാണ്. അതിൽ തന്നെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്ന് പറയുന്നതാണ് പുള്ളിയുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. ജനങ്ങൾക്ക് വേണ്ടി നേരിട്ട് സേവനങ്ങൾ നൽകുന്ന ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി പുള്ളി നേരിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു റോളിലേക്ക് വരുന്നു. ഇവിടെ അദ്ദേഹം ഒരു അധികാരിയായിട്ട് മാറുകയാണ്. അതായത് ആ ഓഫീസിന്റെ അധികാരിയായിട്ട് മാറുന്നു, പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണങ്ങളുടെ അധികാരിയായിട്ട് വരുന്നു. ഒപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് അധികാരങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയായിട്ട് മാറുന്നു. എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ടറായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായുള്ള ഡയമെൻഷനിലേക്ക് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹം എത്തുന്നു. ഇനി എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഒരു ഇന്നോവേറ്ററായിട്ട് മാറുകയാണ്. അതായത് സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിൽ ഇടപെട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളുടെ ഇംപ്ലിമെന്റേഷൻ ഓഫീസർ പോലെയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലെയോ ആകുന്നു. അതായത് ഒരു ജോലി തന്നെ ഏതാണ്ട് 3 ഡൈമെൻഷനിലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു വലിയ സാധ്യതകളുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഇവിടെ ഒരു കൃഷി ഓഫീസർ മാറുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇത് അഗ്രികൾച്ചർ ഓഫീസർ ഇൻ കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറിന്റെ റോള് നോക്കാം. ഇംപ്ലിമെന്റിംഗ് ഓഫീസറിന്റെ റോള് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇവരുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം നയങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അതായത് കേന്ദ്ര തലത്തിലൊരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുകയും ആ പോളിസി അതാത് സ്റ്റേറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് എത്തിക്കുന്നു. ഇതിൻ്റെ ഇംപ്ലിമെന്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
കോർ ഓഫീസർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓഫീസർ ആണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഈ സ്കീമുകളും പ്രോജക്റ്റുകളും, ഈ പ്രോജക്റ്റുകൾക്കൊപ്പം തന്നെ സ്കീമുകളുണ്ട്. ഈ സ്കീമുകളിലൊക്കെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാം, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. ഇതിൻ്റെ എല്ലാ വാർഡുകളിലേക്കും ഈ പദ്ധതികളെ അതിൻ്റെ കൃത്യമായ രീതിയിൽ ഇക്വിറ്റബിൾ ആയിട്ട് എത്തിക്കുക എന്ന് പറയുന്നൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹം തന്നെ ചെയ്യുന്നു. കാരണം വ്യത്യസ്തങ്ങളായുള്ള വാർഡുകൾക്ക് പോലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവമായിരിക്കും. ഇനി അതുപോരാതെ DD ഓഫ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, അതായത് LSGയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ നമുക്ക് പഞ്ചായത്തി രാജിന് ചില അധികാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തുകൾ രൂപപ്പെടുത്തുന്ന അവരവരുടേതായ ചില സ്കീമുകൾ ഉണ്ടാവും. അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല അതോറിറ്റികളുണ്ട്. അവയിലൊക്കെ പഞ്ചായത്ത് രാജ് കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങളിലൊരു ഫിനാൻഷ്യൽ ഓഫീസറുടെ റോളും ഇവിടെ ഇദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നു. ഇനിയും പ്രൊഡക്ഷൻ ഓറിയന്റഡ് ലീഡർഷിപ്പ് ഇൻ ടീം വർക്ക് എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി വരുന്നു. അതായത് അഗ്രികൾച്ചർ ഓഫീസറുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. അതായത് എപ്പോഴും ഫുഡ് സെക്യൂരിറ്റി ഒരു രാജ്യത്ത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്തുണ്ടാവണം? പ്രൊഡക്ഷൻ ഉണ്ടാവണം. അപ്പോൾ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇനി അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ഓഫ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന്റെ സെക്രട്ടറി എന്ന രീതിയിലല്ല മാറുന്നത്. പഞ്ചായത്തി രാജ് ഈ കൃഷി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇംപ്ലിമെന്റേഷനിലേക്കൊക്കെ എത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള എക്സ് ഒഫീഷ്യോ സെക്രട്ടറിക്ക് തത്തുല്യമായിട്ടുള്ളൊരു ഡെസിഗ്നേഷനിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കോ ഓപ്പറേഷൻ വിത്ത് ദ ജനറൽ പബ്ലിക് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുണ്ട്. അതായത് നമുക്കറിയാം, പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടും ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ അവിടെ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മ, ഒരു ലോക്കൽ ഒരു ബോഡി ഉണ്ടാക്കിക്കൊണ്ട് അവരുമായിട്ടും ഈ കൃഷി ഓഫീസർ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും, അതായത് ഇവരെ ഫ്രണ്ട്ലി ആക്കി നിർത്തി കർഷകരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരുന്നു. ഇനിയും പ്രൊമോഷൻ ഓഫ് പോവർട്ടി അലിവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2-3 രീതിയിലാണ്. ഒന്ന്, റൈറ്റ് ക്രോപ്സിനെ റൈറ്റ് ടൈമിൽ കൾട്ടിവേറ്റ് ചെയ്യിക്കുന്നതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്ത് ഫാർമേഴ്സിന് ഇൻകം എത്തിക്കുന്നതും, ഒപ്പം തന്നെ മാക്സിമം പ്രൊഡക്ഷൻ മിനിമം ഏരിയയിൽ നിന്ന് ഉണ്ടാകുന്നതോടുകൂടി രാജ്യത്തിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. അങ്ങനെയുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റിയിലെത്തുന്നു. ഇനി എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലക്ഷ്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിലും അഗ്രികൾച്ചർ ഓഫീസറിന് വലിയ രീതിയുണ്ട്. അതായത് റൈറ്റ് അഗ്രികൾച്ചർ റൈറ്റ് വേയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതായത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മാത്രമേ എല്ലാ കാലത്തും നിലനിന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെന്റ് നയത്തിനനുസരിച്ചുള്ള കൃഷിയെ രൂപപ്പെടുത്തിയെടുത്ത് നിലവിൽ കർഷകരെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിലവിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനിയും ടൈംലി ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് കൃഷി എന്ന് പറയുന്നതാണ് ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു മേഖല. ഇവിടെ പലതരത്തിലുള്ള ക്രൈസിസ് വരും. ഫ്ലഡ് ഉണ്ടാകുമ്പോൾ കർഷകർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇനിയും വേനലെത്തുമ്പോൾ, വലിയ കൊടിയ വേനലുകൾ എത്തുമ്പോഴും കൃഷിക്ക് നാശങ്ങൾ ഉണ്ടാകും. അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള ക്രൈസിസുകൾ കർഷകരെ ബാധിക്കാറുണ്ട്. ആ ക്രൈസിസിന് ഓൺ ടൈമായിട്ടുള്ള മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ അവർക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് അവരെ ബോധവാന്മാരാക്കി ഇൻഷുറൻസ് പോലുള്ള പരിരക്ഷകളിലേക്ക് ഇവരെ എത്തിക്കുക മുതലായ റെസ്പോൺസിബിലിറ്റീസും ഇവർ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ഘട്ടത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനിയും റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ സ്മൂത്തിങ് ദ ക്രോപ്പ് റിസ്ക് മാനേജ്മെന്റ്, അതിനാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇൻഷുറൻസ്. പല കർഷകർക്കും അറിയില്ല. അതിന് വേണ്ടുന്ന നടപടികളും അതിന് വേണ്ടുന്ന ഏജൻസികളെയും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ദ പ്ലാറ്റ്ഫോം ഫോർ ദ മാർക്കറ്റിംഗ് ഓഫ് ഫാം പ്രോഡക്റ്റ്, അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതായത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതാണ്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഹാർവസ്റ്റിംഗ് ടെക്നിക്സ് പോലുള്ള മേഖലകൾ ഇംപ്ലിമെൻ്റ് ചെയ്തു ഈ ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യമാണ് ഇവിടെ ഇദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ഇനി ടേക്കിംഗ് ഇന്നോവേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് ഗവൺമെൻറ് സ്കീംസ്, സ്റ്റേറ്റ്, സെൻട്രൽ ആൻഡ് LSGs, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ നിരവധി റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇദ്ദേഹം ഈ ഒരു മേഖലയിൽ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു രീതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. എല്ലാ പദ്ധതികളുടെയും ഒരു ഫോർമർ അതോറിറ്റി അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ അതോറിറ്റി ആയിട്ട് മാറുന്നു. ഇദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇദ്ദേഹം എടുക്കുന്ന ഡിസിഷനിലൂടെ മാത്രം പലതും നടക്കുള്ളൂ എന്നൊരു കാര്യത്തിലേക്ക് മാറുന്നു. അതായത് ഡിസൈൻഡ് ഓഫീസറായിട്ട് മാറുന്നു. PIO, അതായത് RTI പോലുള്ള കാര്യങ്ങൾ, അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ RTI ഓഫീസറായിട്ട് ഇദ്ദേഹം മാറുന്നു. ഇനിയും റിപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് മാറുന്നു. അതായത് കേരള പാടി, അതായത് നമുക്കറിയാം എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ് പാടി, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മുടെ പാടശേഖരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാടശേഖരങ്ങളുടെ ഒരു കസ്റ്റോഡിയനായിട്ട് മാറുന്നു, ഇതിൻ്റെ പ്രൊട്ടക്ടറും പ്രിസർവറുമായിട്ട് മാറുന്നു. ഇനി ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി, നമുക്കറിയാം നമ്മുടെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ജുഡീഷ്യസ് അല്ലാത്ത ഫെർട്ടിലൈസർ യൂട്ടിലൈസേഷൻ. അപ്പോൾ ഈ ജുഡീഷ്യസ് ആയിട്ട് ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിനും ഈ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സിനകത്ത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ളൊരു റെഗുലേറ്ററായിട്ടും ഇതിൻ്റെ സാമ്പിൾസ് വാങ്ങി അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിന് വരുന്നു. അതുകൂടാതെ ഇനി ഇൻസെക്ടിസൈഡിൻ്റെ ഇൻസ്പെക്ഷൻ, പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ഇൻസെക്ടിസൈഡ്സ് ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി ചെക്കിങ്ങും ഇതിനകത്തുള്ള ഡേഞ്ചറസ് കമ്മോഡിറ്റീസിൻ്റെ ഫൈൻഡിങ്സും ഇതിനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള റെഗുലേഷൻ കൊടുക്കുന്നൊക്കെ ഒരു റോൾ ഇദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹം എന്തായിട്ട് മാറുന്നു, ഇദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനിയും ഇതുപോലെ തന്നെയാണ് റെക്കമെൻഡേഷൻ ഓഫ് ഇൻപുട്സ്, അതായത് PPC അങ്ങനെയുള്ള ഫെർട്ടിലൈസർ അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇദ്ദേഹത്തിലേക്ക് വരുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് ഇദ്ദേഹം ഈ ഒരു മേഖലയിൽ ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ റെസ്പോൺസിബിലിറ്റീസിലേക്കാണ് പോകുന്നത്. ഇവിടേക്ക് എത്തുമ്പോഴാണ് ട്രാൻസ്ഫർ ദ ടെക്നോളജി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ കൃഷി കാലഘട്ടങ്ങളായിട്ട് പോകുന്ന കൃഷിക്ക് പലതരത്തിലുള്ള ചലഞ്ചുകളുണ്ട്. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജിയും മോഡേൺ ടെക്നോളജിയും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് പലപ്പോഴും ടെക്നോളജി ഡ്രിവൺ അല്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്ഷൻ കുറയുന്നത്. അതായത് പെർ ഹെക്ടർ മോർ ക്രോപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികളിൽ എത്തിയെങ്കിൽ മാത്രമേ കർഷകർക്ക് അവരുടെ എക്സിസ്റ്റൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പാർട്ടിസിപ്പേറ്ററി ഫാമിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും പല പാടശേഖരങ്ങളും കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പാടശേഖരങ്ങളും കൃഷിയും ഒക്കെ നടത്തുമ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നടക്കുകയും ഒരു കളക്റ്റീവ് ഫാമിംഗ് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുള്ളിയുടെ എക്സ്റ്റൻഷൻ എന്ന റെസ്പോൺസിബിലിറ്റി ആ ഒരു മേഖലയിലേക്ക് കൂടി മാറുന്നു എന്ന് കാണാൻ പറ്റുന്നു. ഇനി കണ്ടക്ടിങ് ഡെമോൺസ്ട്രേഷൻസ്, അതായത് കർഷകർക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരവും ഗവൺമെൻറ്റിൻ്റെ സജഷൻ പ്രകാരവും ഒരു ഡെമോൺസ്ട്രേഷനും ഒരു ഷോയും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാം. അതിന് കോർഡിനേറ്ററായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹം ചെയ്യേണ്ടി വരുന്നു. ഇനിയുള്ളതാണ് മോട്ടിവേറ്റിംഗ്, അതായത് നമുക്കെപ്പോഴും അഗ്രികൾച്ചർ ഫാർമേഴ്സ് ഗ്രൂപ്പിനെയും അഗ്രികൾച്ചറിസ്റ്റിനെയും അഗ്രികൾച്ചർ സൊസൈറ്റിയിലുള്ളവരെയൊക്കെയും മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റികൾ വരുന്നതാണ് മിഡിൽ ലെവൽ ടെക്നോക്രാറ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു കൃഷിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആയിട്ട് ഇദ്ദേഹം മാറുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരു കൃഷി ഓഫീസർ എന്ന രീതിയിൽ വളരെ വലുതാണെന്നും വളരെ ഭാരിച്ചതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ജോലി സാധ്യതകളാണ്, ധാരാളമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിനാൽ തന്നെ ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു തസ്തിക ക്രാക്ക് ചെയ്യാമെന്ന് നിങ്ങളെ സഹായിക്കുന്ന തരത്തിലൊരു സൗജന്യ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. തികച്ചും സൗജന്യമാണ്. ഈ വരുന്ന ഡിസംബർ 15-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നേരിട്ട് എക്സ്പെർട്ടിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്ത് പോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞ് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള വളരെ ക്രീമായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസുമായിട്ടാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നിരവധി വേക്കൻസികളുള്ള ഈ ഒരു തസ്തികയിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് ക്ലാസ്സുകൾ തീർത്ത് നിങ്ങൾക്ക് പരീക്ഷ എക്സാം എത്തും വരെയുള്ള ഒരു ഇൻറ്റൻസീവ് പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പോട് കൂടിയ ഒരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും ഒപ്പം തന്നെ വെബിനാറിൽ പങ്കെടുക്കുന്നതിനും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങൾക്ക് അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകളിൽ നടത്തിയ പരീക്ഷകളിൽ കിട്ടിയ റാങ്ക് ജേതാക്കളാണ്. നമുക്ക് 1-2 റാങ്ക് ജേതാക്കളെ കിട്ടുന്നു എന്നതിലുപരി
മിക്ക റാങ്ക് ലിസ്റ്റുകളിലും നമുക്ക് ഏതാണ്ട് 30 മുതൽ 50% റാങ്ക് ഹോൾഡേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്കും ഒരു ഉയർന്ന റാങ്ക് കിട്ടി അഗ്രികൾച്ചർ ഓഫീസർ ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.